സ്വാമി ഗവൺമെൻറ്റും ഇവിടെ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവം തന്നെയാണ്. കാരണം നമ്മുടെ ഗുരുപരമ്പര ഇത്ര ശക്തി ഉള്ളതാണ്, ഇത്ര ശക്തിമത്താണെന്ന് ആദ്യമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അടിയനും ആദ്യകാലങ്ങളിൽ ഇതേപ്പറ്റി പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിരസതയായിരുന്നു ഉണ്ടായിരുന്നു. അടിയൻ്റെ അച്ഛനായിരുന്നു ചിന്മയാനന്ദ സ്വാമി. കുട്ടിക്കാലത്തെ വേദപരമായ കാര്യങ്ങൾ പറയുക, നാമം കൂടുതൽ പറയിപ്പിക്കും. ഞങ്ങളെ കൊണ്ട് നാമം പറയിപ്പിക്കരുത് കൂടുതൽ. എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ നാമം പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല മാധുര്യമുണ്ട്, കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഇതൊക്കെ ആണല്ലോ, ആ ഭാവത്തിൽ നമ്മൾ ഇരുന്ന് നാമം പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര നാമം കേട്ടാലും അദ്ദേഹത്തിന് മതിയാവില്ല. അങ്ങനെയുള്ളൊരു മഹാത്മാവാണ്. പ്രിയപ്പെട്ട നാമം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. അങ്ങനെ പറഞ്ഞു പാടിച്ച് പല രൂപത്തിലും താളത്തിലും ഭാവത്തിലും ഒക്കെ പാടാൻ ഞങ്ങൾ പഠിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മഹാത്മാക്കള് ഓരോരുത്തരെ വളർത്തിയെടുക്കുന്നത്. ആദ്യം ഈ വിരസത എല്ലാവർക്കും വരും. പക്ഷേ രണ്ടൊന്നോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാനാണ് പാട്. എങ്ങോട്ട് മുമ്പിരുന്ന പോലെ തിരിച്ചു പോകാൻ പറ്റില്ല. പിടിച്ചിട്ടാണ് ഗുരുക്കന്മാരെന്നാണ് ശക്തികളാണ്. ഒരു മാഗ്നറ്റ് പോലെ. ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഗാത്രം അത് ഇങ്ങനെ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പരിധിക്ക് അടുപ്പിച്ച് നമ്മൾ ചെല്ലണമെങ്കിൽ അത് ആകർഷിച്ച് പിടിച്ചിടും. പിന്നെ വരാൻ പറ്റില്ല. അതുപോലെയാണ് ഗുരുക്കന്മാർ. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ വെളിയിൽ നിൽക്കുന്ന വെച്ചാൽ നമ്മൾ ആ ആകർഷണ പരിധിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ആകർഷണ പരിധിയിലേക്ക് എത്തിപ്പെടാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പക്ഷെ അതിന് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ച ഇത് അവർ പറയുന്നു, നല്ല ബുദ്ധിശാലികൾക്ക് ഇത് പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവസ്ഥകൾ പറയുന്നത് അവരിൽ നിന്ന് കേട്ടത് മറ്റു കാര്യങ്ങളാണ് എനിക്കും അറിയാവുന്നത്. അതുകൊണ്ട് ഇനി ചെയ്യാനുള്ള എന്താണ്, പരമാവധി സ്വാമി പറഞ്ഞതുപോലെ പ്രയോജനപ്പെടുത്തുക, യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാം കറതീർന്ന് എഴുതി വെച്ചു പറഞ്ഞു കൊടുത്തുമൊക്കെ ഇരിക്കുന്ന ഒരു ആശ്രമമാണ് ശ്രീരാമാനന്ദാശ്രമം. ഇത് കഴക്കൂട്ടം ചിന്മയാനന്ദ സ്വാമികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് 10-16ഓളം പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് ഈ പരമ്പരത്തിൽ. ഇതിന് നമ്മൾ ജ്ഞാനപ്രകരണം, അജ്ഞാനപ്രകരണം, ജ്ഞാനപ്രകരണം, വിചാരപ്രകരണം, വിചാര പദ്ധതി പ്രകരണം, തത്വമസി പ്രകരണം, ഇങ്ങനെ തുടങ്ങി പോവുകയുള്ളത് പട്ടിക. അപ്പോൾ ഇതെല്ലാം ശരിക്കും കഴക്കൂട്ടത്തിന് കിട്ടിയതിന് കാരണക്കാരൻ ചിന്മയാനന്ദ സ്വാമികളാണ്. ചിന്മയാനന്ദ സ്വാമികൾക്ക് ഒരു ഗ്രഹസ്ഥനായിരുന്നു. അതെ, 5 മക്കളുണ്ട് ഇദ്ദേഹത്തിന്. അതിൽ മൂത്താള് ഞാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വൈകിയാണ് വൈരാഗ്യം ഉണ്ടായത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മഹത്തുക്കളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാരണം പഠിച്ചവർക്ക് എപ്പോഴും ഒരു വിചാരമുണ്ട്, അവരുമില്ല, അവർ കഴിഞ്ഞിനി ആരും ഇല്ല എന്നൊക്കെ ഉള്ള വിചാരം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഇരുന്ന ആൾ തന്നെയാണ് ചിന്മയാനന്ദ സ്വാമി. ഇഞ്ചിര സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്ത് ചെയ്യാൻ വന്നതിൽ പെട്ടു. ആദ്യമൊക്കെ ഒന്ന് കുതറി, അത് പിടിപെട്ടു. പിടിപെട്ടത് സ്വാമി പറയല്ലേ, സ്വാമിക്ക് അനുഷ്ഠാനം കൊടുത്ത് 3ൻ്റെ അനുഭവം ഉണ്ടാവുക. അനുഷ്ഠാനമാണ് ആദ്യം അനുഷ്ഠാനം കൊടുത്തത്. അപ്പോൾ ഈ പരമ്പരയിൽ അനുഷ്ഠാനം ആര് കൊടുത്താലും അത് സാക്ഷാൽ ശ്രീ രാമാനന്ദ ഗുരുദേവൻ തന്നെ. ഇതാണ് സങ്കല്പം. നമ്മളോട് പറഞ്ഞു, സ്വാമി എന്നോട് പറഞ്ഞു, നീ അനുഷ്ഠാനം കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ആര് കൊടുത്താലും അത് ശ്രീ രാമാനന്ദ ഗുരുദേവൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രതിനിധികളായി ഇരുന്നുകൊണ്ട് അതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമല്ല. ഈ ബുക്ക് എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു ചെയ്ത് ഞാനുമായിട്ടത് ബന്ധം ഒന്നുമില്ല. അത്രേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ആ രൂപത്തിൽ
ആ ചിന്മയാനന്ദ സ്വാമികളുടെ വലിയ ഒരു മഹത്വം തന്നെയാണ് കഴക്കൂട്ട ആശ്രമത്തിൽ ഉടനീളമുള്ളത്. സ്വാമി പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരപ്രതി അനുഷ്ഠിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. പുതിയതായിട്ട് ആളുകൾ അപൂർവമായിട്ടേ വന്നു ചേരുന്നുള്ളൂ. എന്നാലും വരുന്നവരെല്ലാം ഇതിൽ നല്ലതുപോലെ ആകർഷിച്ച് അവിടെ തന്നെ കഴിയുന്നു. ഇതാണ് രമേശ് സാറൊക്കെ പറഞ്ഞത്. അതാണ്. അപ്പോൾ അതിനെ ഒന്ന് അനുസ്മരിച്ചപ്പോൾ അതിന് മറുപടി പറയണമെന്ന് തോന്നി പറഞ്ഞു. നമ്മൾ 2 പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഒഴിവിച്ചില്ല. കാരണം ആ ചിന്മയാനന്ദ സ്വാമികൾക്ക് ഈ പ്രകടന ഗ്രന്ഥങ്ങളെല്ലാം സന്നിധിയിൽ മാധവാനന്ദ ഗുരുദേവനിൽ നിന്ന് കിട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാധവാനന്ദ സ്വാമികൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അംബാസഡർ ഇടകാലത്തൊക്കെ പറയും. അപ്പം അദ്ദേഹം നമ്മുടെ ശ്രീ രാമാനന്ദ ഗുരുദേവനുണ്ടായിരുന്ന 4-5 പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാൾ. ഈ കൈവല്യ നവനീതം എന്ന് പറഞ്ഞ ശ്രുതിജ്ഞാനം എന്നാണ് ഇതിന് പറയുന്നത്. ഈ ശ്രുതിജ്ഞാനം ലഭിച്ചവർ, പ്രത്യേകിച്ച് ശ്രീ രാമാനന്ദ ഗുരുദേവൻ മുഖത്ത് നിന്ന് കിട്ടിയവർ 4-5 പേരേ ഉള്ളൂ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഈ മാധവാനന്ദ ഗുരുദേവൻ. ഈ മാധവാനന്ദ സ്വാമികൾ കഴക്കൂട്ടത്ത് തന്നെയാണ് സമാധിയായത്. അവിടെ 3 പ്രബല സമാധികളുണ്ട്. ഒന്ന് നമ്മുടെ പരമേശ്വരാനന്ദ സ്വാമികൾ, ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ്. വലിയ പരമേശ്വരാനന്ദ സ്വാമികളെന്നാണ് പറയുന്നത്. 2 ഈ പറയുന്ന മാധവാനന്ദ സ്വാമികൾ, 3 ഈ ചിന്മയാനന്ദ സ്വാമികൾ. ഈ 3 പ്രബല സമാധികളുണ്ട്. ഞാൻ പറഞ്ഞു തന്ന ഇതാണ്, ആ മാധവാനന്ദ ഗുരുദേവനിൽ നിന്ന് കിട്ടിയ പ്രകടന ഗ്രന്ഥങ്ങൾ അത് വളരെ പവിത്രമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കൈപ്പട ഇത് പറഞ്ഞ പോലെ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇതിന് അങ്ങനെ റൈറ്റ് ഇല്ല. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ജിജ്ഞാസുകൾ വരും, അവർക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെയാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്. ജിജ്ഞാസുകൾക്ക് മാത്രമേ കൊടുക്കാവുന്ന ഒരു വലിയ ഒരു കൽപ്പനയുണ്ട്. കാരണം അല്ലാത്തവർക്ക് രുചിക്കുകയില്ല. അങ്ങനെയാണ് ഈ ഒരു സംരംഭം ഇതിൽ പുരോഗമിക്കുന്നത്. കഴക്കൂട്ടത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഞായറാഴ്ചകളിലും സസ്യങ്ങളുണ്ട്. 1-2-3 സസ്യങ്ങളും ഉണ്ടാവും. എത്രയോ വർഷങ്ങളായിട്ട് ഇത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും ആവാം സ്വാമി ഇരിക്കണം. പ്രകടന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചിട്ട് കുറച്ച് അർത്ഥം പറഞ്ഞ് കേൾക്കുക വളരെ വിശേഷമാണ്. നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഏതെങ്കിലും അടിസ്ഥാനപ്പെടുത്തി ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അതിൽ ചിട്ടയോടുകൂടി മൂവ് ചെയ്താൽ കുറച്ച് കൂടുതൽ പ്രയോജനം ഇതിലുണ്ട്. ഇതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് അഭിമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ ജിജ്ഞാസുക്കളായിട്ട് കുറച്ച് ആളുകൾ, എനിക്ക് പണ്ടേ ഞാൻ വളരെ പണ്ടേ ഇവിടെ വരും. മഹേശ്വര സ്വാമിയുടെ കാലത്ത് അദ്ദേഹം മഠാധിപതിയായിരിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇവരൊന്ന് എന്നെ എന്താണ് പറഞ്ഞൂടെ എന്നെ വിളിച്ചോണ്ട് വരും. അവർക്ക് എന്നോടൊരു സ്നേഹം, എനിക്കും അങ്ങനെ തിരിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഒരിക്കൽ ഈ അജ്ഞാനപുരങ്ങൾ വായിച്ചു. ഇവരെല്ലാം പൊട്ടിക്കരഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഗുരുദേവനെ പറ്റി പറയുമ്പോൾ ഇവരെ കണ്ണിൽ നിന്നൊക്കെ ധാരധാരയായിട്ട് കണ്ണീര് വരുമോ. അതിശയമായിരുന്നു എനിക്ക്. ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു ഭക്തിയാണ്. കാണാനൊന്നുമില്ല, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം. ആ രീതിക്കാണ് ഇവിടെ കുറച്ച് പേരുണ്ട്. ഗംഭീരന്മാരാണ് ഇവര്. ഒന്ന് ഉത്സാഹിച്ചാൽ കാര്യം സാധിച്ചു ഒരു കുഴപ്പമില്ല. അത് അത്രയ്ക്ക് ഇവര് ഗുരുസേവ ചെയ്യുന്നവർ. ഈ മണ്ഡപം തന്നെ കണ്ടില്ലേ, ഇത് ഗംഭീരമായൊരു മണ്ഡപം. ഒരു ആശ്രമങ്ങളിലും ഇങ്ങനെയുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല പലയിടത്തും. എല്ലാം കൂടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇവരെ മാത്രം കഴിവില്ല, ഇവരിൽ ഗുരുദേവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജ്ഞാനപ്രകരണം വായിച്ചത്. ഇതിൻ്റെ ക്രമത്തിലാണ് ഈ പ്രകരണങ്ങൾ ഇരിക്കുന്നത്. അജ്ഞാന പ്രകരണം, ജ്ഞാനപ്രകരണം, പിന്നീടാണ് വിചാര പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കുറേ വർഷത്തിൽ. ഇതിന് അജ്ഞാന പ്രകടനത്തെ വായിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ല.
ഞാൻ പ്രകടനത്തെ വായിച്ചപ്പോൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയാം, അമ്മ ഉണ്ടായിരുന്നു. പൊതുവെ എന്താണ് ഇതിനെ പറ്റി മനസ്സിലാക്കിയത്? നമുക്കൊരു അരമണിക്കൂർ അങ്ങനെ ഒരു ചർച്ചയും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അത് വേണം. പറയുന്നത് അങ്ങോട്ട് കേൾക്കുക മാത്രമല്ല, തിരിച്ച് ഇതിനെ പറ്റി എന്തെങ്കിലുമുള്ള സംശയങ്ങളായിട്ട് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴേ ആ വിരസത കുറച്ച് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഏതായാലും പൊതുവെ ഈ അജ്ഞാന പ്രകടനവും ജ്ഞാനപ്രകടനവും കൂടെ ഇണക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. എന്താണ് ഈ അജ്ഞാനം എന്നാണ് ആദ്യത്തെ നമ്മൾ അറിയേണ്ട കാര്യം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ ഉള്ളതുപോലെ അറിയാതിരിക്കുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. താൻ ആരാണ്? അത് ഉള്ളതുപോലെ അറിഞ്ഞവരെ ജ്ഞാനികളായിട്ടാണ് പറയുന്നത്. ഈ ഞാൻ ആരെന്ന് അറിഞ്ഞ് അപരോക്ഷമായി അറിഞ്ഞിരിക്കുന്നവരെയാണ് ജ്ഞാനികളായിട്ട് പറയുന്നത്. നമ്മുടെ ഗുരുദേവനെയൊക്കെ ആ ജ്ഞാന പട്ടികയിൽ വരുന്നവരാണ്. അപൂർവമായിട്ടേ മഹത്തുക്കൾ. ആ കാലങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ തുടങ്ങി കുറേ പേരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ജ്ഞാന നിലയിൽ ഇരിക്കുന്നവരാണ്. നമ്മളെല്ലാം നമ്മളെ യഥാർത്ഥത്തിൽ നാം ആരാണെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന ഒരു മൂഢ അവസ്ഥയിലിരിക്കുന്നവരാണ്. വേദഭാഷയിൽ പറഞ്ഞത് ഒരു ഉറക്കത്തിലിരിക്കുകയാണ്, ഉണർന്നിട്ടില്ല. നമ്മളെല്ലാം ഒരു ഉറക്കത്തിലിരിക്കുകയാണ്, ഉണർന്നിട്ടില്ല. വേദം എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഉണർത്തിയാൽ മതി, ഉണർത്താനാണ് പാടുപെടുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരാൾ രാത്രി ഒരു സ്വപ്നം കണ്ട് നിലവിളിക്കുകയും, അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ ഒരു ആന കുത്താൻ വരുന്നേ, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് നിലവിളിക്കുന്നത് വിചാരിക്കുക. നമുക്ക് അയാളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അപ്പോൾ ആനയെ എന്തെങ്കിലും പിടിച്ച് കെട്ടവറ്റ് ചെയ്യണം, വേറെ എന്തെങ്കിലും ചെയ്യണം. ഇയാളെ ഉണർത്തിയാൽ മതി. ഇയാൾ ഉണരുമ്പോൾ ഇയാൾക്ക് ബോധ്യപ്പെടും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, വെറുതെ ഒരു തോന്നലായിരുന്നത്. പക്ഷേ സ്വപ്നം കാണുമ്പോൾ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇത് നടന്നതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ ആ ഭീതി, ഒരു ആന കുത്താൻ പോകുന്നു ഭയന്ന് ഇയാൾ നിലവിളിക്കുകയും വെപ്രാൾപ്പെടുകയും ചെയ്തത്, അത് അയാൾക്ക് അസ്തമിച്ചത് എങ്ങനെയാണ്? ഇയാൾ ഉണർന്നപ്പോഴാണ്. ഇതുപോലെ ജ്ഞാനമെന്ന് വെച്ചാൽ ഒരു ഉണർവിനെയാണ്, വേറൊരു പേരാണ്. ഉണർവിൻ്റെ വേറൊരു പേര് ജ്ഞാനം ഉണ്ടായി. ഉണർന്നുമില്ല, തന്നെ ഉണർന്നു, യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് അറിയുന്നു. ഇതിനെയാണ് ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഉണരാതിരിക്കുന്ന ഒരു നില. ഇതാണ് ഒരു ഉറക്ക സ്റ്റേറ്റാണ്. ഇതിന് പറയും വിചാരമില്ല, ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, എന്തോ ഇതുപോലെയൊക്കെ മൂടുപടം പോലെ എന്തോ കണ്ടിട്ട് അതിൽ ഭ്രമിച്ചുകൊണ്ട് സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽ ഇരിക്കുന്നതല്ല. ഇത് തന്നെയാണ് അജ്ഞാനം. ജ്ഞാനം എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ ആ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളെ കൊടുക്കുക. അങ്ങനെ ഉണർത്തി തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ആദ്യം പരോക്ഷമായി പിന്നീട് അപരോക്ഷമായി അറിഞ്ഞവരാണ് ജ്ഞാനികളായിട്ടിരിക്കുന്നത്. ഗുരു വേദാന്ത ശാസ്ത്രങ്ങളെ കൊണ്ട് ഇത് പരോക്ഷമായ ഒരു ജ്ഞാനമുണ്ട്, എല്ലാവർക്കും ശ്രദ്ധിക്കും. പരോക്ഷമായ ഒരു ജ്ഞാനം ഉദ്ദേശിച്ച് കാരണമല്ല, അങ്ങനെയാണല്ലേ, ശരി, അതാണ് കാര്യം എന്നുള്ള ധാരണകൾ ഇതിൽ വന്നറിയും. ആ ധാരണയിലൂടെ ധ്യാനമുണ്ടായി ആ ധ്യാന സമാധിയിലേക്ക് പോകും. ഈ സമാധിയാണ് തൻ്റെ യഥാർത്ഥമായി ഉണർന്ന സ്റ്റേറ്റ്. ഇതാണ് യഥാർത്ഥ ഉണർന്ന സ്റ്റേറ്റ്. നിർവികൽപ്പ സമാധി കേട്ടിട്ടില്ല. ഭക്തങ്ങളെല്ലാം നിർവികൽപ്പ സമാധിയിലാണ് ഇരിക്കുന്നത്. ഇവരുടെ യാത്ര നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഏത് സമയത്തും അവർ ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് അഴിയുന്നില്ല. നമുക്ക് തോന്നും അവർ സാധാരണ മനുഷ്യരെ പോലെയാണ്. നല്ല അവരെപ്പോഴും ഇതിൽ ഐക്യം ചെയ്തു തന്നെ നിൽക്കും. ഏതിൽ ആ പരമാത്മാവിൽ ഈ ജീവനായിട്ടിരിക്കുന്ന കാലം വരെയാണ് അവരെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ അവർ പരമാത്മ സ്വരൂപം തന്നെയാണ്. ആ സ്വരൂപത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു നില അവർക്ക് ഒരു സമയവും മാറുന്നില്ല. അവർ സംസാരിക്കും, അവർ ആഹാരം കഴിക്കും, നടക്കും, ഓടും, എന്ത് ചെയ്താലും
ഇതിൽ നിന്ന് മാറാത്തുന്നില്ല. അതാണ് സ്ഥിതപ്രജ്ഞനായിട്ടൊക്കെ ഗീതയിൽ പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു നില ഇതിൽ ഏർപ്പെടുന്നത് വരെ ഒരാളിതിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ ചില പുണ്യവിശേഷങ്ങൾ കൊണ്ടൊക്കെ ചിലർക്ക് ചില അനുഭവങ്ങളുണ്ടാവും ആദ്യകാലങ്ങളിൽ. ഇതെല്ലാം തന്നെ ഈശ്വരൻ അവരെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. പറഞ്ഞില്ല, ഒരു പരിധിക്ക് അപ്പുറം ഈ ഗാന്ധവുമായിട്ട് അടുത്താൽ അത് വലിച്ചു പിടിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് ഊരിപ്പോകാനൊക്കില്ല. ഈ നിലയിലായിപ്പോണവരാണ് ഇവരല്ലേ. സ്വാമിയുടെ ഒരു കഥ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഒരിക്കല് ഒരു പരുന്ത് ഒരു നങ്കൂരിട്ട ഒരു കപ്പലിന്റെ കൊടിമരത്തിൽ പോയി ഇരുന്നപ്പോൾ അത് എന്തോ അതിന് ക്ഷീണം ഉണ്ടായാലും ഉറങ്ങിപ്പോയി. കപ്പല് ഉൾക്കടലിലേക്ക് യാത്ര തുടങ്ങി. പക്ഷെ പരുന്ത് ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അതിനങ്ങനെ സുഹൃത്തിനെങ്ങനെ ഇരുന്ന് ഉറങ്ങി. ഇത് തൊണ്ടുകടലിലായപ്പോഴത്തേനും ഈ പരുന്ത് ഉണർന്ന് നോക്കിയപ്പോൾ കാണാം കര കാണാൻ വയ്യ. അത് നോക്കി അങ്ങോട്ട് വലത്തോട്ട് പറന്ന് നോക്കി, അവിടെ സമുദ്രം. ഇടത്തോട്ട് പറന്ന് നോക്കി, അവിടെ സമുദ്രം. എല്ലാ റൂട്ടിലും പറന്ന് നോക്കി, സമുദ്രമേ ഉള്ളൂ. ഈ നിലയാണ് ഇവരുടെയൊക്കെ നില. ഇവർക്ക് വേറെ ഒന്നുമില്ല. സമുദ്രം, വാസ്തവത്തിൽ സമുദ്രമേ ഉള്ളൂ. ഈ നിലയിലാണ് ഇപ്പോൾ. നമുക്കങ്ങനെയല്ല. കരയെല്ലാം പോയി. പരുന്തിനെ സംബന്ധിച്ച് പറയും, കരയെന്നുള്ളത് കേവലം ഭാവന മാത്രമായി, കണ്ണിനെ കാണാനൊക്കാത്ത നിലയിലായി. ഇങ്ങനെയാണ് ജീവിതത്തിൽ പുരുഷന്മാരിൽ. എന്തിനാണ് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു നില നമുക്ക് കൈവരേണ്ടതെന്ന് വെച്ചാൽ സംശയം വരികയാണെങ്കിൽ പറയാം. നമ്മളെല്ലാം ഓരോ ജീവന്മാരായിട്ട് പല രൂപത്തിൽ ജനിച്ചിരിക്കുന്നവരാണ്. ഈ പറയുന്ന പുഴു, പൂച്ചി, അട്ട, ഇതെല്ലാം ഓരോ ജീവന്മാരാണ്. ഇതിലെല്ലാം നമ്മൾ ഇരുന്നിട്ടുണ്ട്. പൂതാൻ പാടി കേട്ടില്ലേ? ഈ ചത്തൊരു പൂച്ചയായിരുന്നു ഈശ്വരന്റെ വിലാസങ്ങളിൽ. ഇങ്ങനെയുള്ള ഈശ്വര വിലാസങ്ങളിൽ അകപ്പെട്ട് നമ്മളെല്ലാം പല രൂപത്തിൽ ഈ ഭൂമിയിൽ വന്നവർ തന്നെ. ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, ഒരു പുണ്യം കൊണ്ട് ഈ മനുഷ്യജന്മം സിദ്ധിച്ചു. ഇതാണ് അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത്. ഈ മനുഷ്യജന്മം വന്നാൽ അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ മുക്തിക്ക് ആളാകാൻ സാധിക്കും, മുക്തി അടയാൻ സാധിക്കും. സംസാര ചക്രവർത്തി എങ്ങനെയാണ് പതുക്കെ ഓരോ സ്റ്റേജിൽ നിന്ന് മാറി മനുഷ്യജന്മത്തിൽ വരും. മനുഷ്യജന്മത്തിൽ ഇരുന്ന് മുക്തി അടഞ്ഞില്ലെങ്കിൽ തിരിച്ച് വീണ്ടും പഴയ കണക്കാ റൊട്ടേഷൻ. സംസാര ചക്രവർത്തി ഇങ്ങനെ ഈ റൊട്ടേഷനിൽ ഇങ്ങനെ കിടക്കും. ഇത് ഘോരമാണെന്ന് പറയുന്നു. ഇത് ഘോരമായിരിക്കുന്ന ഈ സംസാര ചക്രത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് മുക്തിയായിട്ട് പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. ഇതിന് പറ്റിയൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. അതാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് അടയാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. ഈ ലോകത്ത് ഇതെല്ലാം പൊരുളുകളുണ്ട്. ഇതെല്ലാം അടഞ്ഞിട്ട് എന്ത് പ്രയോജനം? അല്ല പറയണം. ഇതെല്ലാം ഉണ്ടായിരുന്ന നിറയെ വലിയ പ്രഭുക്കന്മാർ നമുക്ക് അറിഞ്ഞൂടെ? അവരിൽ നിന്ന് ഒരു ദിവസം മരിച്ചുപോയി. അത് കഴിഞ്ഞാൽ ഈ സമ്പാദിച്ച പൊരുളുകളിൽ അവർക്ക് എന്തെങ്കിലും അധികാരമോ അവകാശമോ ഉണ്ടോ? ഒന്നുമില്ല. കേവലം സ്വപ്നസന്നിഭമായിരിക്കുന്ന ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ അവർ പറയുന്നു, ആദ്യമേ തന്നെ അതിനോടൊരു വിരക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ സ്വാഭാവികമായിട്ട് അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ജ്ഞാനമടഞ്ഞ് മുക്തനാവാൻ യോഗ്യനായി കഴിയും. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അടയാൻ തടസ്സമായി നിൽക്കുന്നതാണ് ഈ ലോകകാര്യങ്ങളല്ല, ഇതിൽ വെച്ചിരിക്കുന്ന സത്യബുദ്ധി. ലോകകാര്യങ്ങൾ നിർബന്ധകാരികളാണ്. ലോകം ഈശ്വര സൃഷ്ടമാണ്. ഈ പ്രപഞ്ചം ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവികളെല്ലാം മോക്ഷമടയിക്കാനായിട്ട് ഒരു പരിശ്രമമാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഉറങ്ങിക്കിടന്ന ഇവരെ ഉണർത്തി വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ശരീരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഉണർന്നു കഴിഞ്ഞു. ഇനി ആ ശരീരകാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് ഉണർന്നത് എന്താണ് മനസ്സിലായി? ദുഃഖമാണ്, ഇത് വിഷമമാണ്, ഇത് പുലർത്തിക്കൊണ്ടു പോകാൻ വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് അറിവുള്ളവരെല്ലാം പോയി കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതാണ് ഇതിലേക്ക് വരുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇതിന് ഒരു രക്ഷ ആർക്കുമില്ല. ഇത് വേദം അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ ഇതിൽ രക്ഷയും പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മനസ്സിൽ തോന്നുന്ന രൂപത്തിൽ പ്രവർത്തിച്ച ഇതിൽ രക്ഷയൊന്നുമില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്യന്തികമായ മുക്തി. ഈ ജനനമരണ സംസാര സാഗരത്തിൽ നിന്ന്
പിന്നെ ശാശ്വതമായ മുക്തി. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തി, ഈ ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ്? പ്രാപഞ്ച വിഷയങ്ങളെന്ന് പറഞ്ഞാലും അതല്ല, ഇതിന് വെച്ചിരിക്കുന്ന അമിതമായ ആസക്തിയാണ്. ഇതിനോട് വെച്ചിരിക്കുന്ന അമിതമായ ആസക്തി. പൊന്നില മാതരാശ എന്ന് പറയും, നമ്മുടെ തമിഴില് വിശ്വാസത്തിൽ പറയുന്നത് പൊന്ന് നിലം മാതം. ഇതിന് ആശയോടുകൂടി നിൽക്കുന്നതാണ്. ആശ കുറച്ചൊക്കെ ആവുന്നതിൽ തെറ്റില്ല, പക്ഷേ അമിതമായ അത്യാഗ്രഹം ഇതാണ് നമുക്ക് ദോഷം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അതിന് നേടിയെടുക്കാനുള്ള അത്യാഗ്രഹം വരുമ്പോൾ ഇത് എത്ര കിട്ടിയാലും ഒഴുക്കില്ല. അതുകൊണ്ട് സമയം മുഴുവൻ, ആയുസ് മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് കളയേണ്ടി വരും. ഈ സമയത്ത് ഇവന് ബുദ്ധിയിലൊന്നും കയറില്ല. ഈ വന്ന കാര്യത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ വിരുദ്ധം തോന്നും. എന്തോന്ന് മുക്തി, എന്തോന്ന് പുണ്യം, എന്തോന്ന് ഭാവം എന്നൊക്കെ അവർ ചോദിച്ചു കളയും. വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ സമയത്ത് അവരുടെ ആ ബുദ്ധിയിൽ മുഴുവൻ ആസക്തി നിൽക്കുക, വെളിയിലോട്ടുള്ള ഈ പ്രാപഞ്ച വിഷയത്തോടുള്ള ആസക്തി മുഴുത്തു നിൽക്കുക. ഇത് ഈ സമയത്ത് ഒന്നും പറയാൻ പാടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് അവർ തിരിയും. ആ സമയത്ത് അയാൾ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി അവരോടൊന്നും തർക്കിക്കാൻ പോകരുത്. ഇത് വേദവിധിയാണ്. ഇവർ പറയുന്നു ഇതിന് അധികാരപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാവൂ. അധികാരികൾക്ക് വേണ്ടി മാത്രമാണ് ഇത് നിൽക്കുന്നത്, എല്ലാവർക്കും അല്ല. ഇതിൽ ഉത്തമ, മധ്യമ, അധമ അധികാരികളുണ്ട്. ഇതിൽ കൈവലത്തിൽ പറഞ്ഞ മന്ദാതി മന്ദന്മാരുണ്ട്. നമ്മളൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മന്ദാതി മന്ദന്മാരാണ് നമ്മളല്ല. കാരണം ഉത്തമനും ഉത്തമൊക്കെ ആണ് നമുക്ക് ഗുരുദേവനിലൂടെയും അവരുടെ പരമ്പരയിലൂടെയും കാണാൻ സാധിക്കുന്നത്. മാധവാനന്ദ സ്വാമിയെ കുറിച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ ഒന്നുകൂടെ പറയാം. മാധവാനന്ദ സ്വാമി നല്ല പഠിച്ചിട്ടുള്ള, വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സ്ഥലം തിരുവനന്തപുരത്ത് ചവറയാണ്. ഇദ്ദേഹത്തിന് ഒരു ഗീത ശ്രീമദ് ഭഗവത്ഗീതയുടെ കൊച്ചു പുസ്തകം കിട്ടി. ഈ പുസ്തകത്തിൻ്റെ 1-2 ലൈൻ പാരായണം ചെയ്ത് എന്നാണ് പറയപ്പെടുന്നത്. സ്വാമിക്ക് വിരക്തി ഉണ്ടായി, വൈരാഗ്യമുണ്ടായി. സ്വാമി ആദ്യം ചെയ്തത് ജോലി രാജിവെച്ചു. വീട്ടുകാരൊന്നും അറിയുന്നില്ല, വിവാഹം കഴിച്ചിട്ട്. പക്ഷെ സിസ്റ്ററും ബ്രദറും ഒക്കെ ഉണ്ട്. സഹോദരന്മാരെല്ലാം നല്ല പഠിച്ചിട്ടുള്ളവരും പലരും വലിയ വലിയ ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെയാണ്. ആരോട് പറയുന്നത്? ഇതേ ഒരു ദിവസം സ്ഥലപ്പെട്ടു നേരെ പോയത് ഹിമാലയത്തിലാണ്. അവിടെ ഒരുപാട് കാലം അലഞ്ഞ് നടന്നു എന്നാണ് പറയുന്നത്. അലഞ്ഞ് നടന്നതിന് ശേഷം ഗുരുദേവനെ പറ്റി അവിടെ നിന്നാണ് കേട്ടത്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് ഈ അലഞ്ഞൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് സ്വാമിക്ക് അത് പറ്റിയില്ല. പിന്നെ അവിടെ ഒരു പരമേശ്വര സ്വാമിയില്ല, കൊച്ചു പരമേശ്വരൻ സ്വാമി പോലെ ഒരു ഗുരുവിനെ തേടി നടക്കുന്ന സമയമാണ്. ഇവർ തങ്ങളിൽ കണ്ടുമുട്ടിയിട്ട് ഇവർ പരസ്പരം ഒരു വാക്ക് കൊടുത്തു. ആരാണോ ഗുരുവിനെ കിട്ടുന്നത് അപ്പോൾ മറ്റാണ് അറിയിക്കുന്നത്. അങ്ങനെ ആദ്യം കിട്ടിയത് പരമേശ്വര സ്വാമിക്കാണ്, പരമേശ്വര സ്വാമിക്കാണ് ഗുരുദേവനെ പറ്റിയുള്ളത് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം മാധവാനന്ദ സ്വാമി അറിയിച്ചു. അങ്ങനെയാണ് അവിടെ വന്ന് പെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഗുരുക്കന്മാരിലേക്കൂടെ സംക്രമിക്കുകയാണ്. അതിന് കാരണം വേറൊന്നുമില്ല, അവരും ഇതിൽ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം അനന്ത ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത സുഹൃത്തങ്ങളെല്ലാം കൂടെ സഞ്ചയിച്ചാൽ, എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് ആധ്യാത്മികത്തിൽ പ്രവർത്തിക്കാനുള്ള ആ ഊർജം അവിടെ നിന്ന് വരും ആധ്യാത്മികത്തിലേക്ക്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു ഊർജം വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോളൂ, എത്രയോ ജന്മങ്ങളിൽ ചെയ്ത സുഹൃത്തങ്ങളെല്ലാം ഫലമാവാൻ പോകുന്നു, ഫലം കൊയ്യാൻ പോകുകയാണ്. ഇതിൻ്റെ ഫലം എന്താണ്? പുണ്യത്തിൻ്റെ ഫലം മുക്തിയാണ്, മോക്ഷം. അപ്പം അതിലേക്ക് നമ്മളെ പ്രയാണം ചെയ്യിപ്പിക്കും ആര്? ഈ പുണ്യം. ഇതാണ് ഇതിൻ്റെ ഊർജം. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയുന്നത് ഇഷ്ടംപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ധർമ്മങ്ങൾ ചെയ്യുക. പരോപകാരമേ പുണ്യം പാപമേ വരവീട്. വ്യാസഭഗവാൻ എഴുതി വെച്ചതാണ്. ഭാഗവതം മുഴുവൻ വ്യാഖ്യാനം ചെയ്തിട്ട് ഭഗവാൻ എഴുതി വെച്ച പരോപകാരമേ പുണ്യം പാപമേ വരവീട്. പരോപകാരത്തിൻ്റെ ബാഹ്യ അർത്ഥം എന്ന് പറയുന്നത് അന്യർക്ക് ചെയ്യുന്ന സഹായങ്ങളെല്ലാം പുണ്യമായിട്ട് നമുക്ക് തുണയായിട്ടുണ്ടാകും. ഇതാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന
പിന്നെ മറ്റതെല്ലാം ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ധർമ്മമാണ് നമുക്ക് അങ്ങോട്ട് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു കേവലം ഈ പുണ്യം നമുക്ക് ട്രാൻസാക്ഷൻ എല്ലായിടത്തും ചെയ്യാം. ഇതാണ് നമുക്ക് കൈമുതലായിട്ട് വേണ്ടത്. അതിനാണ് നമ്മൾ പറഞ്ഞത് ആശ്രമത്തിൽ വരിക, അവിടെ ഗുരുസേവ ചെയ്യുക. ഇത് വലിയ പുണ്യത്തെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നാമം പറയുക, സത്തുക്കളുമായിട്ട് സഹവസിക്കുക, അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുക, ഭയങ്കര പുണ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപകാരം പിന്നെ പുണ്യം എന്ന് പറയുന്നത് പകരം ഞാനിതൻ പകലും ഫലത്തിട്ട് നികരില്ലേ, അകരമായിരം ചെയ്തു കുടിക്കലും നഗരമായിരം അന്തണർക്കെങ്കിലും പകരം ഞാനിതൻ പകലും ഫലത്തിട്ട് നികരില്ലേ. ഇത് അർത്ഥം മനസ്സിലായ ധാരാളം നഗരങ്ങളും മറ്റുമൊക്കെ രാജാക്കന്മാരെങ്ങനെയാണ് ഇഷ്ടംപോലെ ദാനം ചെയ്തു. പിന്നെ പല പുണ്യകർമ്മങ്ങൾ ചെയ്തു. എന്തെല്ലാം ചെയ്താലും അവർ പറയുന്നു ഒരു ജ്ഞാനിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് സമൂഹം അത്രയ്ക്ക് മഹത്തരമാണ് ഒരു ജ്ഞാനിയെ പറ്റി പറയുന്നത്. ഒരു ജ്ഞാനിക്ക് ഒരു നേരം കൊടുക്കുന്ന ഒരു ആഹാരത്തിന് തുല്യമല്ല ഒന്നും. അതുകൊണ്ട് മഹത്തുക്കള് വസിക്കുന്ന ആശ്രമങ്ങളെ ഏറ്റവും മഹത്തായിട്ട് കാണുകയും അവിടെ നമുക്ക് തോന്നും ആ സ്ഥൂലത്തിൽ ആ സ്വാമി അവിടെ ഇല്ലെങ്കിലും സൂക്ഷ്മത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. ആ സൂക്ഷ്മത്തിൽ ഇരുന്ന് അനുഗ്രഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇത് മനസ്സിലായിക്കൊണ്ട് ആ സൂക്ഷ്മത്തിൽ അവരുടെ എല്ലാ പ്രഭാവവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള വിശ്വാസത്തെ മാറ്റം വരുത്തരുത്. അങ്ങനെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അവര് ഇതിനെ അനുഗ്രഹിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ള ഇതാണ്, ഈ പ്രകടന ഗ്രന്ഥങ്ങളെല്ലാം സ്വാമി എന്തുമാത്രം കാരുണ്യം പിന്നെ ആളുകളിൽ വച്ചുകൊണ്ട് ചെയ്തിരിക്കണമെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഇത്രയും കറഞ്ഞെടുത്ത് ക്ലിയറായിട്ട് ഇത് ഇൻറ്റർപ്രറ്റ് ചെയ്ത് വെക്കുക, അത് അപൂർവമായിട്ടേ പറ്റുള്ളൂ. അത് ഈ നമ്മുടെ ശ്രീ രാമാനന്ദ സ്വാമികൾക്ക് ധാരാളമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുമ്പം എത്ര മന്ദബുദ്ധിയാണെങ്കിലും ആ ആളിന് വലിയ അറിവുണ്ടാകും. ഇതിൻ്റെ കാര്യം ഇത്ര സരളമായിട്ട് വളരെ ചെറിയ രീതിയിലാണെങ്കിലും അത് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി ഇങ്ങനെ ഫലിപ്പിച്ചത് അതിന് ഗുരുദേവൻ എത്ര പുകഴ്ത്തിയാലും അധികമാവുകയില്ല. പ്രസ്ഥാനത്രയത്തിലൂടെയാണ് എല്ലാവരും ഇതിലേക്ക് വരുന്നത്. പ്രസ്ഥാനത്രയത്തിൽ അറിയാമല്ലോ, അതായത് നമ്മുടെ ഗീതയിൽ 10 പ്രകടന ഇതുണ്ടല്ലോ, ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രം, ഗീത, ഭഗവത്ഗീത, ദശോപനിഷത്ത്, ഈ 3 കൂടെയാണ് നമ്മുടെ ശാസ്ത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരാൾ മുക്തിയടയാൻ പറ്റുമെന്ന്. ഗുരുദേവൻ അതിനെ ഷോർട്ടൺ ചെയ്തിട്ട് കേവലം അനുഷ്ഠാനമായിട്ട് അതിനോടുകൂടി പ്രകരണ ഗ്രന്ഥങ്ങൾ ഇതെ തുടർന്ന് കൈവല്യം എന്ന് പറയുന്നത്. അതാണ് ശ്രുതിജ്ഞാനം. ഈ 3 ഉണ്ടെങ്കിലും ഈ സാക്ഷാത്കാര ജ്ഞാനം ഒരാൾക്ക് സംഭവം. അതുകൊണ്ട് നമ്മുടെ ഗുരുദേവന്റെ പാതയിൽ നമ്മൾക്കൊക്കെ നമ്മുടെ ഗുരുക്കന്മാരെന്ന് വെച്ചാൽ അവരുടെ ശിഷ്യ പരമ്പരയാണ്. ഈ പരമ്പരകൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അനുഷ്ഠാനം വായിക്കും. അനുഷ്ഠാനം വായിക്കാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ശ്രീ രാമാനന്ദ ഗുരുദേവൻ നയിക്കുന്ന ആവിക്കപ്പലിൽ ഒരു ടിക്കറ്റ് എടുത്ത് കയറി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയുന്നത്, സാധാരണ പറയാം. സ്വാമി നയിക്കുന്ന ഒരു വലിയ ആവിക്കപ്പലാണ്. ഈ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത്? സംസാര സാഗരം കടന്ന് അപ്പുറം പോകാൻ പോവുകയാണ്. ഇതിൽ നമ്മൾക്കൊരു ടിക്കറ്റാണ് അനുഷ്ഠാനം. പക്ഷെ ആ ടിക്കറ്റ് വാങ്ങിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് ചാടിക്കളയരുത്. ആ ചാടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ചാടിക്കളയാതിരിക്കും. അല്ലെങ്കിൽ ഈ പോണ വഴിക്ക് തന്നെ ഒരാൾ പറയും, ഇതൊന്ന് 10 ദിവസം കൊണ്ട് മുക്തിയടയാനുള്ള ഒരു സംഭവം അവിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, ഇവിടെ ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പറയുമ്പോൾ അതിൽ പ്രലോഭിക്കപ്പെട്ട് രീതികൾ ചാടിക്കളയും. എത്ര പേര് പോയി ഇല്ലേ? ഇങ്ങനെയാണ്. അപ്പം ഇതിൽ കയറി ഇരുന്നക്കരെ കിടക്കാൻ ശ്രമിച്ചാലും ഇതിൽ തന്നെ
പഠിക്കണമെങ്കിൽ കുറച്ച് പരിജ്ഞാനം കൂടെ വേണം. അതാണ് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ നാം ചെയ്തത്. മൂന്നാമത്, ഇതെല്ലാം ഉണ്ടായാലും ശ്രുതിജ്ഞാനം ഇല്ലെങ്കിലൊന്നുമില്ല. ആ ശ്രുതിജ്ഞാനമാണ് കൈവല്യം നൽകിയത്. സ്വാമി തമിഴ് ശാസ്ത്രങ്ങളെ ആണ് കൂടുതലും എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നല്ലേ ആ സമയത്ത് പാലക്കാടൊക്കെ അല്ലേ തമിഴുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അറിയാമായിരിക്കും. അങ്ങനെയാണ് സ്വാമി തമിഴ് ഗ്രന്ഥങ്ങളാണ് എല്ലാം. നമ്മുടെ കഴിവുരാശ്രമത്തിൽ സ്വാമിയുടെ പ്രകടന ഗ്രന്ഥങ്ങളെ ഉള്ളൂ, അതെല്ലാം തമിഴാണ്. പക്ഷെ നമ്മുടെ സ്വാമി എന്ത് ചെയ്തു? മലയാളത്തിൽ ഭാഷയിൽ അത് എഴുതി വെച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മളെ പോലുള്ളവർക്ക് സുഗമമായിട്ടൊന്ന് വായിക്കാനും അതിൽ അദ്ദേഹം തന്നെ ആ ജ്ഞാനത്തിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതൊന്നും 1-2 പ്രാവശ്യം കണ്ട ഒരു ജിജ്ഞാസയും ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത്. ഇതൊക്കെ യഥാർത്ഥം ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ വെളിയിലുണ്ട്. അത്രയ്ക്കും പവിത്രമാണ് നമ്മുടെ ഈ പരമ്പര. ഇത് മനസ്സിലാക്കുക. സ്വാമിയെ പറ്റിയുള്ള കഥകൾ കേട്ടാൽ അതിശയമുണ്ട്. നമ്മുടെ ശ്രീരാമാനന്ദ ഗുരുദേവൻ ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഉപരിയായിട്ട് സ്വാമിയെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് കൂടുതൽ അവിടെ കേൾക്കുന്നത്. ഇന്നത്തെ ഇതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ സ്വാമി എന്നെ പറയില്ലേ, വേഷമായിട്ടാണ് പോലെയാണ്. ഇപ്പോൾ ഒരാളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ സ്വാമി അതാൾ ആയിട്ട് മാറും. അത്ര ഇത് എങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ അതിശയം തോന്നില്ല. ആ സമയത്ത് അത് അങ്ങനെ ആവുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പതുക്കെ മനസ്സിലാക്കി തന്നതിൻ്റെ ഒരു വെളിച്ചം മാത്രമാണ് ഇവിടെ ഇരുന്ന് ഈ പറയുന്നത് എനിക്കുള്ളത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപോലെ തന്നെ, എല്ലാവരും ഒരുപോലെയാണ്. ഇത് കുറച്ച് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളൂ. സാറേ, ഞങ്ങൾ ഇതിൽ ഒരു സെക്ഷനിലൂടെ തിട്ടപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും വേണം ഇങ്ങോട്ട്. അപ്പോൾ പ്രകടനം വായിച്ചിട്ട് കുറേ ഭാഗം അങ്ങനെയൊക്കെ പോകും. അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം പറയും. അതിനുശേഷം ഇങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങളും, ഇങ്ങോട്ടെന്ന് വെച്ചാൽ എന്നോടല്ല, ഈ ശാസ്ത്രം സംബന്ധിച്ച് ഒരു ചോദ്യം വരിക. അപ്പോൾ അതിന് ഒരു ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് പലരും അങ്ങനെ നമ്മളോട് പറയാം. ചോദ്യങ്ങൾ ചോദിക്കുക, ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഇതിൽ പറയുന്ന തരത്തിൽ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഇതിൽ പറയുന്ന രൂപത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. സ്വാമി മടിയത്രയും നോക്കണം. അവിടുത്തെ പൂജ സമയമായോ? കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്കൊരു പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സൊക്കെ ആരംഭിക്കും. വായന അതിൻ്റെ ബുക്കാണി കൊണ്ടുവന്ന് വെച്ചേക്കും. വായിച്ചതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് കുറച്ച് നേരം ആ ഒരു ഇതിലംഗീകരിക്കാം. എന്നാലും അപ്പൊ കുറച്ചു പേര് കാണുന്നില്ലല്ലോ പഴയ അവരെല്ലാം ചിലരെല്ലാം നാട്ടിൽ പോയിരിക്കുന്നു. അതാണ് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. കാരണം വേറൊന്നുമില്ല, എല്ലാവരുടെയും കൂടെ ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മളെല്ലാം ആത്മസ്വരൂപികളാണ്. ഇത് അറിഞ്ഞവരും അറിയാത്തവരും വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ തരത്തിലുള്ള ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കുക, ഒരു വ്യത്യാസവും ഇല്ല. ഈ കാണുന്ന ഈ ശരീരത്തിലും ഈ പറയുന്ന ഇതിലുമൊക്കെ ഉള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാവരും ആത്മസഹോദരൻ അല്ലേ പറയേണ്ടതിലോ. ഇതൊക്കെ ഗുരുദേവനൊക്കെ പാട്ടി വെച്ചിരിക്കുന്നതാണ്. സത്യം എല്ലാം ഒരേ അർത്ഥസ്വരൂപങ്ങളാണ്. അറിയാതിരിക്കുന്നത് ആരുടെ കുറ്റം എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ കുറ്റം, നമുക്ക് ഉദാസീനതാണ്, നമുക്ക് അറിയണമെന്ന് താല്പര്യമില്ല. അത് മാത്രമല്ല, മറ്റു കാര്യങ്ങളിൽ നമുക്ക് എന്തോ ഇതുവരെയും നമുക്ക് ആഗ്രഹം തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? മറ്റു കാര്യങ്ങളിൽ ഇത്രയും ഘട്ടമാണെങ്കിലും വീണ്ടും 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 അത് എന്തോ അതിലിങ്ങനെ ചെയ്താൽ ശരിയാവും, അങ്ങനെ ചെയ്താൽ ശരിയാവും എന്നുള്ള വിചാരത്തിൽ നമ്മൾ ജീവിക്കുന്നതാണ്. ഞാനടക്കം എന്നെ പറ്റി മാറ്റി നിർത്തിയല്ല പറയുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ. പക്ഷെ അവർ പറയുന്നത് ഇതാണ്, ഇതിനൊരു ഇമ്പോർട്ടൻസ് നിനക്ക് കൊടുക്കാൻ സാധിച്ചു. ഈ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ പ്രിയപ്പെട്ട ഒരു വസ്തുവിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി ഇതിൽ കൊടുക്കാൻ നിനക്ക് സാധിച്ചോ എന്നാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ.
പകുതിയെ വെച്ച് കൊടുത്തു. അതിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഇതിലേക്ക് വരാൻ സാധിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ അവിടെ സ്വാമി ഞങ്ങളവിടെ കൊല്ലത്തായിരുന്നു എൻ്റെ ജോലി. ഞാൻ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് ചെറുപ്പമല്ലേ, സ്വാമി ഇത്തിരി താമസിച്ചാൽ വന്നോടനെ വഴക്കോളൂ. നീ ഇത്തിരി താമസിച്ചത് നേരത്തെ ഇത് വരുന്നത് ഒരു ബസ് കിട്ടാൻ താമസിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വാമി പറയും, നീ ചുമ്മായില്ല, നിനക്ക് ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. ഇത്ര പറയുള്ളൂ, വേറെ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ശുദ്ധിയാണ്. കാരണം നമ്മൾ കൂടി താമസിച്ചാൽ പോലും നമുക്ക് യഥാർത്ഥത്തിൽ ബസ്സൊക്കെ ആയിരിക്കും, പക്ഷെ നിനക്ക് താല്പര്യമില്ല എന്നാണ് സ്വാമി പറയുന്നത്. നിനക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇതിന് സംഭവിച്ചത്. ശരി, ഇവിടെ 1 ലക്ഷം രൂപ വെച്ചാൽ ഇത്ര ഒരു മണിക്ക് വരുന്നവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നീ തലേദിവസം സ്വാമി ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ഇവിടുത്തെ കാര്യം ഞാൻ പറയില്ല സ്വാമി, അല്ല പൊതുവെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ നല്ല ഭക്തന്മാരാണ് ഇവരെല്ലാം, അതിലൊരു സംശയമില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ അവിടേക്ക് ഇരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. അവര് ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഒരല്പം കൂടെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വരാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ മനസ്സിലായില്ലേ ആ ജ്ഞാനം ഇതിന് സംഭവിക്കും. ഇപ്പൊ തന്നെ ഒരു പരോക്ഷ ജ്ഞാനമെങ്കിലും ഉണ്ടാക്കി വെക്കണം. മരിക്കുന്നതിന് മുമ്പേ ഒരു പരോക്ഷ ജ്ഞാനമെങ്കിലും ഉണ്ടാക്കി വെക്കണം. പരോക്ഷ ജ്ഞാനം വെച്ചാൽ സംശയരഹിതമായിട്ട് ബ്രഹ്മാത്മാ നിശ്ചയത്തെ ഉണ്ടാക്കുന്നത്. അതിനാണ് പരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ സ്വാമിയുടെ അത് സംബന്ധിച്ചുള്ള കാര്യം നടക്കാൻ പോവുകയാണ് അല്ലേ? അത് സ്വാമി വേണ്ടത്. അതിന് മുമ്പ് സ്വാമി പാട്ട് നന്നായിട്ട് ചന്ദ്രൻ സ്വാമി നന്നായിട്ട് പാടും കേട്ടോ. നല്ല കീർത്തനങ്ങളെല്ലാം പാടാറുണ്ട്. ഒരു കീർത്തനം പാടിയിട്ട് നമുക്ക് സ്വാമി പറഞ്ഞല്ലോ ഒരു കീർത്തനല്ല, അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണ് നാരായണ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിതരുന്ന സത്യന്മാരാണ് നാരായണ 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 നാരായണ. അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണ് നാരായണ. ഗോകുലമാകവെ ശാന്തമായി തീർക്കുന്ന പാവനനാമമേ നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയും പാടുവാൻ ഈ നാമം നാരായണ 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 നാരായണ. നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുവീരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിലെല്ലാം മറക്കുന്ന ആനന്ദഗീതമേ നാരായണ 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 നാരായണ. ഗോപികൾ തപ്പിയെടുത്തു ഉത്തമമുത്താണ് നാരായണ. ബ്രഹ്മാതിദേവകളെന്നും സേവിക്കുന്ന കാരുണ്യ തീർത്ഥമേ നാരായണ. നാരദ വീണയിലെന്നും മുഴങ്ങുന്ന പ്രേമസ്വനമാണ് നാരായണ 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 നാരായണ. അന്നുരജാമിളമായി കണ്ട നാലക്ഷരമാണ് നാരായണ. പുണ്യമമിത്രയിൽ കണ്ണനെ കാണുന്ന കണ്ണിൻ മിഴികളെ നാരായണ 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 നാരായണ.
പറയുവാൻ പൊങ്ങുന്ന നാവേദി ഇന്നൊന്നു പാടുമോ നാരായണ നാരായണ തവ നാമത്തിൽ മുങ്ങിയ ഞങ്ങളെ കാക്കാൻ മറന്നിടേ നാരായണ 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 അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തു നാരായണ ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടരുന്ന സച്ചിന്മാരാണ് നാരായണ 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 നാരായണ. ഇല്ല, ഈ പാട്ട് നിങ്ങടുത്തുണ്ടോ? നിങ്ങളുടെ അതിലുണ്ടോ? അപ്പമാര് ഇതിനൊക്കെ നന്നായിട്ട് പാടും. ആ, ഇവിടെ ഉള്ളവരെല്ലാം പാട്ടുകാര്, ഡാൻസുകാരുണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമുക്ക്